എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കേറ്ററ്റ് വോയേജിൻ്റെ രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ടീച്ചിങ് ചാനൽ വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജേശ്വരി മിസ് വന്നു, ഞാൻ വിശാഖ സാറ്. രാജേശ്വരി മിസ് മോർണിംഗ് ചലഞ്ച് വളരെ നല്ല രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ടീച്ചിങ് ചാനൽ നമ്മൾ കേറ്ററ്റിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് ഫ്രീ ക്ലാസ് കൊടുക്കുകയാണ്. മാക്സിമം പ്രാക്ടീസ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കേറ്ററ്റ് പരീക്ഷയ്ക്ക് ഗുണപ്രദമായിരിക്കും. നമ്മുടെ ലക്ഷ്യം LP-UP ആണ്. സോ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ, രാജേശ്വരി മിസ്സിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ LP-UPയുടെ ലോങ് ടേം ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസം. നിങ്ങൾ ഞങ്ങളിലേക്ക് വരും എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് കാണുന്ന എല്ലാവരും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുമാത്രമല്ല, ക്ലാസ്സുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ, കൂടുതൽ വ്യൂസ് വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. സോ മോർണിംഗ് ചലഞ്ച് ഏറ്റവും കൂടുതൽ സക്സസ് ആയത് മോർണിംഗ് ചലഞ്ചാണ്. ഒരുപാട് ആൾക്കാർ കണ്ടു, 3000-ഓളം ആൾക്കാർ വരെ കണ്ട മോർണിംഗ് ചലഞ്ച് ക്ലാസ്സുകളുണ്ട്. അതിപ്പോഴും ഇങ്ങനെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു. പരീക്ഷ എടുക്കും തോറും അതിൻ്റെ വ്യൂസ് കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചലഞ്ചർ എല്ലാ മേഖലയിലും സ്ട്രോങ് ആണ്. അത് കേരള PSCയിലായാലും, ടീച്ചിങ്ങിലായാലും, CSEBയിലായാലും, അതുപോലെ തന്നെ SSC RRB, വിശാഖ സാറിൻ്റെ നേതൃത്വത്തിലുള്ള SSC RRB വിങ് ആയാലും ഞങ്ങൾ സ്ട്രോങ് ആണ്. ഞങ്ങൾ നിരന്തരം രാപ്പകലില്ലാതെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞ് കൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. സോ കൂടുതൽ ആൾക്കാർ കോഴ്സിലേക്ക് വരിക. കോഴ്സിൻ്റെ ഇപ്പം നമുക്ക് കേറ്ററ്റിൻ്റെ ഒരു 30 ദിവസത്തെ അല്ലെങ്കിൽ 40 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ഇനി അവസാന നിമിഷം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സിൻ്റെ ഭാഗമാകുക. സോ ഞാൻ ഇന്ന് 10 ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് കേറ്ററ്റ് കാറ്റഗറി 2 2025 ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഞാൻ മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. സോ എൻ്റെ കേറ്ററ്റ് വോയേജിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കേറ്ററ്റ് കാറ്റഗറി 1 ഇംഗ്ലീഷ് ചോദ്യപേപ്പർ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഇതിൻ്റെ താഴെ കിടപ്പുണ്ട്. സോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഗ്രാമർ വന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ പ്രൊഫസർ ഹാസ് എ യുണീക് സ്റ്റൈൽ ഓഫ് ഓപ്പണിംഗ് ഹിസ് ലെക്ചർ ബൈ ഡാഷ് ഫ്രം ഓർഡിനറി എക്സാമ്പിൾസ്. നമുക്കറിയാം, ടേക്ക് ഓഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റാർട്ട് എന്നാണ്. ഓക്കെ, ടേക്ക് അപ്പ് എന്ന് പറഞ്ഞ അർത്ഥം അത് ഉദ്ധരിച്ചുകൊണ്ട്, എടുത്തുകൊണ്ട്. ഒരുപാട് സിമ്പിൾ എക്സാമ്പിളുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദ പ്രൊഫസർ ഹാസ് എ യുണീക് സ്റ്റൈൽ ഓഫ് ഓപ്പണിംഗ് ഹിസ് ലെക്ചർ. അദ്ദേഹത്തിൻ്റെ ലെക്ചർ അദ്ദേഹം ഒരു അതുല്യമായ സ്റ്റൈലിലാണ് ഓപ്പൺ ചെയ്തത് എന്ന് പറയുന്നു. ടേക്കപ്പ് ആയിരുന്നു റൈറ്റ് ആൻസർ. ഫ്രേസൽ വെർബ് എന്ന ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. രണ്ടാമത്തെ, ഡാഷ് ബൈ ഹിസ് ലുക്സ് വൺ കുഡ് വെരി വെൽ സേ ദാറ്റ് ഹി വാസ് എ ജീനിയസ്. സോ ജഡ്ജിങ്ങും ഉണ്ട്, ജഡ്ജഡും ഉണ്ട്. പാർട്ടിസിപ്പൽ ഫ്രേസ് ആണ്. ഒന്നുകിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ തുടങ്ങണം, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എങ്ങനെ വരും? നിങ്ങൾക്ക് ഏതാണ് ലോജിക്കായിട്ട് തോന്നുന്നത്? ജഡ്ജഡ് ബൈ ഹിസ് ലുക്സ് വൺ ഗുഡ് വെരി വെൽ സേ ദാറ്റ് ഹി വാസ് എ ജീനിയസ്. അവൻ്റെ ലുക്ക് നോക്കിയാൽ, മനസ്സിലാക്കിയാൽ അവൻ ഒരു ജീനിയസ് ആണെന്ന് മനസ്സിലാവും. അതോ ജഡ്ജിങ് ബൈ ഹിസ് ലുക്സ് ആണോ? ഏതാണ് ശരിയായത് പറയുക. ആൻസർ ജഡ്ജിങ് ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ പറയത്തില്ലയോ, പട്ടിയെ കണ്ടപ്പോൾ കള്ളൻ ഓടിപ്പോയി. എങ്ങനെ പറയുന്നത്? സോ ദ ഡോഗ് ദ തീഫ് റാൻ അവേ എന്നാണോ, സീയിങ് ദ ഡോഗ് ദ തീഫ് റാൻ അവേ എന്നാണോ? ആൻസർ സീയിങ് ദ ഡോഗ് ദ തീഫ് റാൻ അവേ എന്നാണ്. നെക്സ്റ്റ്, ബ്ലാങ്ക് വേഴ്സ് ഈസ് യൂഷ്വലി ഡാഷ് അയാംബിക് പെൻറ്റാമീറ്റർ. ബ്ലാങ്ക് വേഴ്സ് ചോദിച്ചതാണ്. നമുക്കറിയാം, ഈ ഫിഗർ ഓഫ് സ്പീച്ച് അങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ ചോദിച്ചിരുന്നു. അൺറൈംഡ് അയാംബിക് പെൻറ്റാമീറ്ററിനെ വിളിക്കുന്ന പേരാണ് ബ്ലാങ്ക് വേഴ്സ്. ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന അധ്യാപകൻ നിങ്ങൾക്കത് വൃത്തിയായിട്ട് പറഞ്ഞു തരും. ഓക്കെ, നെക്സ്റ്റ്, ദ തണ്ടേഴ്സ് ഡാഷ് ദ സ്റ്റോം വെയർ സ്കേറി ടു സച്ച് ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഐ ഹിഡ് മൈ ഹെഡ് അണ്ടർ ദ പില്ലോ. സോ ദ തണ്ടേഴ്സ് ഡാഷ് ദ സ്റ്റോം. ഇവിടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് വേറൊരു രീതി ചോദിച്ചിരിക്കുക. വെയർ പ്ലൂറലാണ് വെർബ്. അപ്പം തണ്ടറും ഉണ്ട്, സ്റ്റോമും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏത് വരുമെന്നുള്ളതാണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ നിന്നാണ്. അതൊരു കണക്റ്റീവ് വേർഡൊന്നുമല്ല, അതൊരു പ്രിപ്പോഷനാണ്. അരികിൽ, ബിസൈഡ്സ് കൂടാതെ ഇതൊരു കണക്റ്റിംഗ് വേർഡാണ്. എലോങ് വിത്ത് അതിനോടൊപ്പം, അതും കണക്റ്റിംഗ് വേർഡാണ്. ആൾമോസ്റ്റ് ആൾമോസ്റ്റ് എന്ന് പറയുന്നൊരു വാക്കാണ്. ആൾമോസ്റ്റ് മിക്കവാറും എന്നുള്ളതാണ്. ഇതും വരത്തില്ല. ഇത് രണ്ടും ഒഴിവാക്കാം. നമുക്ക് വേണ്ടത് ആ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്ന വാക്കാം. ഒന്ന് ബിസൈഡ്സ്, എലോങ് വിത്ത്. രണ്ടിൻ്റെ റൂൾ ഒന്ന് തന്നെ. ഇവ ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് മാറേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ്. അപ്പം ദ തണ്ടേഴ്സ് എലോങ് വിത്ത് ദ സ്റ്റോം, ദ തണ്ടേഴ്സ് ബിസൈഡ് ദ സ്റ്റോം.
ഏത് വന്നാലും ആയത് സബ്ജക്റ്റ്. അപ്പോൾ തണ്ടേഴ്സ്, അപ്പം വെർബ് വേറെ കറക്റ്റാണ്. അപ്പോൾ ഇതിലേതോ ഒരെണ്ണമാണ്. ഇനി അർത്ഥം വെച്ച് കണ്ടുപിടിക്കണം. എലോങ് വിത്ത് തണ്ടേഴ്സ്, ഇടിയും അതിനോടൊപ്പം ഉള്ള കൊടുങ്കാറ്റും, അങ്ങനെയാണോ കൂടാതെ കൊടുങ്കാറ്റും എന്നാണോ? ആൻസർ എലോങ് വിത്ത് ആണ്. ഒരുമിച്ചായിരിക്കും ഇത് വരുന്നത്, എലോങ് വിത്ത്, അല്ലാതെ കൂടാതെ എന്ന് പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, ഷീ അഡ്മിറ്റഡ് ഹർ മിസ്റ്റേക്ക് വെൻ ഷീ ഡാഷ് ഫോർ അവേഴ്സ് ബൈ ദ പോലീസ്. സൂപ്പറാണ്. അവളുടെ കുറ്റം സമ്മതിച്ചു, പോലീസ് മാക്സിമം അവളെ ഇൻ്ററോഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം. ഇവിടെ നമ്മുടെ ക്ലൂ വേർഡ് ബൈ ദ പോലീസാണ്. ബൈ ദ പോലീസ് എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആണ്. വെർബ് പാസീവ് വോയിസിലായിരിക്കും. ഹാർഡ് ഇൻ്ററോഗേറ്റ് എന്ന് പറയത്തില്ല, ഹാർഡ് ഇൻ്ററോഗേറ്റഡ്, അത് ആക്റ്റീവ് വോയിസാണ്. തെറ്റ്. വാസ് ഇൻ്ററോഗേറ്റഡ് പാസീവാ, വാസ് ഓർ വെയർ ING. ഈസ് ഇൻ്ററോഗേറ്റഡ് പാസീവാ, ഈസാമാർ ING. ഹാവ് ബീൻ ഇൻ്ററോഗേറ്റഡ് പാസീവാ. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഇനി സബ്ജക്റ്റ് നോക്കാം. ഷീ ആണ്. ഷീ സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഷീയുടെ കൂടെ ഹാവ് വരത്തില്ല, അപ്പോൾ ഇതല്ല. പിന്നെ വാസു ഈസും വരാം, പക്ഷേ ഇവിടെ നോക്കൂ, സെൻറ്റൻസ് പാസ്റ്റ് ആണ്, B2, അപ്പോൾ ഈസ് വരുമോ? ഇല്ല. ആൻസർ വാസ് ഇൻ്ററോഗേറ്റഡ്. പാസ്റ്റ് ആയതുകൊണ്ട് വാസ് ഇൻ്ററോഗേറ്റഡ് ബൈ ദ പോലീസ്. നെക്സ്റ്റ്, വി വെൻ ഫോർ പ്രാക്ടീസ് ഏർലി ഇൻ ദ മോർണിംഗ്. ഹിയർ ദ വേർഡ് അണ്ടർലൈൻഡ് ഈസ് ഡാഷ്. പ്രാക്ടീസ്, ഇങ്ങോട്ട് നോക്കണേ. അഡ്വൈസ്, അഡ്വൈസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. സി, ഇങ്ങനെയുള്ള കേസുകളിൽ സി വരുന്നത് നൗണും യെസ് വരുന്നത് വെർബും ആയിരിക്കും. കണ്ടുപിടിക്കാം. ആൻസർ കിട്ടി, സി ആണ്. ആൻസർ കിട്ടി. എന്താണ്? നൗണാണ്. കാരണം ഈ എസിൻ്റെ കൂടെ ING ചേർക്കുന്നത്. അഡ്വൈസിങ്, പ്രാക്ടീസിങ്, SING എന്ന് പറയാം, CING എന്ന് പറയത്തില്ല. അത് നൗണിൻ്റെ കൂടെ ING ചേർക്കത്തില്ല, അതുകൊണ്ടാണ്. ഇനിയും ചോദിക്കുക ഇതുപോലത്തെ ചോദ്യം. ദ സർജറി വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 8 hours. ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദിസ് ആൻസർ. സർജറി 8 മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്. വിൽ ടേക്ക്, അപ്പോൾ എത്ര സമയം എടുക്കും? ഹൗ ലോങ്. എത്ര സമയം എന്നർത്ഥം വരുന്നത്. ഇത് എത്ര മാത്രം തുക അളവ് കാണിക്കുന്നത്, ഹൗ മച്ച്. ഹൗ ലോങ് 2 എണ്ണം ഉണ്ട്. ഹൗ ലോങ് കിട്ടി. ഹൗ ലോങ് സർജറി വിൽ ടേക്ക് ഉണ്ട്, ഹൗ ലോങ് വിൽ ദ സർജറി ടേക്ക് ഉണ്ട്. സൂപ്പർ ചോദ്യമാണ്. ഹൗ ലോങ് വിൽ ദി സർജറി ടേക്ക് ഉണ്ട്, ഹൗ ലോങ് സർജറി വിൽ ടേക്ക് ഉണ്ട്. ഇത് അറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഫോം അറിയണം. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്നാണ്. വേർ ആർ യു ഗോയിങ് എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഓക്സിലറി വെർബ് അല്ലേ വരണ്ടേ. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് സബ്ജക്റ്റാണ്, അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്. ആൻസർ കിട്ടി. വേർ ആർ യു ഗോയിങ് എടുത്താൽ മതി. വേറെ ക്വസ്റ്റ്യൻ വേർഡ്, ആർ ഓക്സിലറി വെർബ്, ഗോയിങ് വെർബ്, അങ്ങനെ വരുന്നത്. വേർ ആർ യു, യു സബ്ജക്റ്റ്, പിന്നെ ഗോയിങ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് സബ്ജക്റ്റ്, അങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാക്കുന്നത്. ഈ ചോദ്യം ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഒരുപാട്. ദ മൂവി ഡാഷ് ടു ബി എ ഗ്രേറ്റ് ഹിറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ദ കോൺട്രവേഴ്സീസ്. ഒരുപാട് കോൺട്രവേഴ്സീസ്, ആരോപണങ്ങൾ ഉണ്ടായാലും മൂവി എന്തായിരുന്നു? ഒരു ഹിറ്റായി മാറി. ടേൺഡ് ഔട്ട് ആണോ ടേൺഡ് അപ്പ് ആണോ? ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവാണ്, എത്തിച്ചേരുക. ടേൺഡ് ഔട്ടാണ് ആയിത്തീർന്നു, ആയിത്തീർന്നു. സിനിമ ഒരു ഹിറ്റായി തീർന്നു. ടേൺഡ് എവേ എന്ന് പറഞ്ഞാൽ റിജക്റ്റഡ് എന്നാണ്. ടേൺഡ് എവേ അല്ല, ടേൺ ഡൗൺ. ടേൺ ഡൗൺ, റിജക്റ്റഡ്. വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ടേൺ ഡൗൺ, റിജക്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഷീ സെഡ് വാസ് ലൈക്ക് ഗ്രീക്ക് ടു മീ. ഇത് സംഭവം ഗ്രീക്ക് ടു മീ, അതായത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ പഠിച്ചു വെച്ചോണം. ഇപ്പോൾ നമ്മൾ പറയത്തില്ലയോ, തേടിയ വള്ളി കാലി ചുറ്റി. നിങ്ങളുടെ അടുത്ത് കൂട്ടുകാരൻ പറയുക തേടിയ വള്ളി കാലി ചുറ്റി, അപ്പോൾ നിങ്ങൾ പറയും ആ വള്ളിയൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞാൽ ഇവിടെ മൊത്തം കാടും പടലുമാന്ന് പറയും. അതല്ല, ഈ ലിറ്ററൽ മീനിങ് എടുക്കരുത്. അതായത് ഗ്രീക്ക് ടു മീ, നീ സംസാരിക്കുന്നത് ഗ്രീക്ക് ടു മീ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഇപ്പോൾ തേടിയ വള്ളി കാലി ചുറ്റി, വള്ളിയായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. നമ്മൾ അന്വേഷിക്കുന്ന ആരോ ഒരാൾ നമ്മളിലേക്ക് വന്നു. ഇപ്പോൾ ഗ്രീക്ക് ടു മീ എന്ന് പറയുമ്പം ഗ്രീക്കുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഗ്രീക്ക് എന്ന് പറയുന്നല്ലോ ഒഴികെ. ഷീ നോസ് ഗ്രീക്ക്, ഒരു ബന്ധം കാണത്തില്ല. ഷീ ലൈക്സ് ഗ്രീക്ക്, അതും കാണത്തില്ല. ഐ ലേൺഡ് ഗ്രീക്ക്, ഗ്രീക്കുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ഇത് വേറെ എന്തോ ഉദ്ദേശിക്കുന്നത്. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ വാസ് സെഡ്. ഇങ്ങനെ കണ്ടുപിടിക്കാം ക്ലൂ. അതായത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള 2 ഭാഷയാണ് ഗ്രീക്കും ലാറ്റിനും. അപ്പോൾ ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞ അർത്ഥം സംതിങ് ദാറ്റ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്, മനസ്സിലാകാത്തത് എന്തും. യു ആർ സ്പീക്കിംഗ് ഗ്രീക്ക്, നീ സംസാരിക്കുന്ന ഗ്രീക്കാണെന്ന് പറഞ്ഞ അർത്ഥം നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം. നോ വൺ വാസ് അറൗണ്ട് ടു ഹെൽപ്പ് അസ് വെൻ വി സ്ട്രഗിൾഡ് ഫിനാൻഷ്യലി. സൂപ്പറാണ്. ക്വസ്റ്റ്യൻ വേർഡാണ്, ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിലറി വെർബ് കിട്ടി, വാസ്.
നോ വൺ വന്നുകൊണ്ട് നെഗറ്റീവ്, ഇൻറ്റു വേണ്ട. നോ വൺ വന്നാൽ ദേ, അതറിയാവോ റൂള്? സമ്മൺ സംബടി, നോ വൺ നോബഡി, എനിവൺ എനിബഡി, എവരി വൺ എവരിബഡി, നൺ വന്നാൽ ടാഗിൻ്റെ സബ്ജക്റ്റ് ദേ ആയിരിക്കും. നോ വൺ വന്നാൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ വാസിൻ്റെ ദേ എന്ന് പറയത്തില്ല, വാസ് ദേ. പക്ഷേ ഉത്തരം തെറ്റാ. ദേ പ്ലൂറൽ ആയതുകൊണ്ട് അതിനെ വേർ ദേ എന്ന് എഴുതണം. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ദേയുടെ കൂടെ വാസി എടുത്തില്ല, ദേയുടെ കൂടെ വേറാ ചേരുന്നത്. ആൻസർ വേർ ദേ. ആൻസർ കിട്ടി വേർ ദേ. സത്യം പറഞ്ഞാൽ ഉത്തരവില്ല കേട്ടോ. വേർ ദേർന്ന് അടിച്ചേക്കുന്നത്. വേർ ദേർന്നല്ല വരണ്ടേ, വേർ ദേ. ക്യാൻസൽഡ്, ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടേണ്ട ചോദ്യമാണ്. ഉത്തരവില്ല. ദ പ്രോവർബ് ദ ഗ്രാസ് ഈസ് ആൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫെൻസ് മീൻസ്. ഈ ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ തന്നെ പറ. ഇഡിയംസ് ആൻഡ് ഫ്രേസ് ആണെന്ന് മനസ്സിലായി. ഗ്രാസ് ഈസ് ആൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫെൻസ്, അതായത് ഗ്രാസ് ഈസ് ആൾവേസ് ഗ്രീനർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫെൻസ് എന്ന് പറയുമ്പം മതിലിൻ്റെ അപ്പുറത്ത് ഗ്രീനർ ആയിരിക്കും ഗ്രാസ് എന്ന് പറയുമ്പം ഗ്രാസുമായിട്ട് ബന്ധപ്പെട്ടതേ ആയിരിക്കത്തില്ല, ഉറപ്പിച്ചു. പുല്ലുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ഇത് വേറെ എന്തോ അർത്ഥമായിരിക്കും. അപ്പോൾ പുല്ലുമായിട്ടുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യും. ദെയർ ഈസ് ഗ്രാസ് ഓൺ ദ പ്ലോട്ട് വേണ്ട. ഗ്രാസ് ഈസ് ആൾവേസ് ഗ്രീൻ വേണ്ട. ദെയർ വാസ് ഗ്രാസ് നിയർ ദ ഫെൻസ് വേണ്ട. തിങ്സ് ദാറ്റ് ലുക്ക് അമേസിങ് ഫ്രം എ ഡിസ്റ്റൻസ് മേ നോട്ട് ആക്ച്വലി അമേസിങ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അഴകുള്ള ചക്കയിൽ ചൊളയില്ല എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ കാഴ്ചയിൽ കാണുന്നത് ശരിയാവണമെന്നില്ല, അതിന് വേറൊരു വശം കൂടെ കാണാം. അതാണ് ഗ്രാസ് ഈസ് ആൾവേസ് ക്ലീനർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഫെൻസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് പ്രീവിയസ് ചോദ്യമാണ്, പ്രയോജനപ്പെടും. ഇതേ മോഡൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അടുത്ത ദിവസം എൻ്റെ തുടർച്ചയായിട്ട് വരാം. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.